ഗായ്സ്, ഞാൻ ക്രിസ്മസ് ഷോപ്പിങ്ങിൽ പോയ സമയത്ത് കുറച്ച് സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പം അതിൽ കുറേ എല്ലാത്തിലൊക്കെ ഇങ്ങനെ അതിൻ്റെ തൂക്കാനുള്ള കയറില്ല കേട്ടോ. മുകളിൽ ഇതിലൊക്കെ ഇപ്പം ഉണ്ട്, പക്ഷേ ഇതിലൊന്നും ഇല്ല. അപ്പോൾ ഇതിനൊക്കെ നമുക്കൊന്ന് കയറ് അതിൻ്റെ ഉള്ളിൽ ആക്കിയിട്ട് നമുക്കൊന്ന് സെറ്റാക്കണം. അപ്പം അതിനായിട്ടാണ് കേട്ടോ ഞാനിവിടെ നിൽക്കുന്നത്. ഇതിലാക്കണം, പിന്നെ ഈ ഒരു സാൻഡിയിലാക്കണം, 2 ബെൽസും ഉണ്ട്, ഇതിലും ആക്കണം. എൻ്റെ മനസ്സിലൊരു ഐഡിയ ഉണ്ട്. നമ്മളെപ്പോഴും കാണുന്ന ഒരു ഗിഫ്റ്റ് ബോക്സ് ഇല്ലേ ക്രിസ്മസിനൊക്കെ വെക്കുന്നത്, അത് ഞാൻ ഇപ്രാവശ്യം വാങ്ങിയിട്ടില്ല. ബിക്കോസ് ഞാൻ വിചാരിച്ചു നമുക്കൊരു ഗിഫ്റ്റ് ബോക്സ് ആക്കാമെന്ന്. എൻ്റെ ഒരു ചെറിയൊരു ഗിഫ്റ്റ് റാപ്പർ ഉണ്ട്, അത് വെച്ചിട്ട് ഞാൻ ആക്കാമെന്ന് വിചാരിച്ചു. അപ്പം അതും നമുക്ക് ആക്കണം കേട്ടോ. ഈ ത്രെഡ് വെച്ചിട്ടാണ് ഞാൻ കെട്ടിക്കൊടുക്കുന്നത്, ഒരു വൂളൻ ത്രെഡ്. പക്ഷെ ഇതിലൊക്കെ ഇങ്ങനത്തെ ഒരു സാധനമല്ല, എന്നാലും നമുക്ക് ഇതിൽ ഈ ഒരു ത്രെഡ് വെച്ചിട്ട് കെട്ടിക്കൊടുക്കാം. ഞാൻ കെട്ടിയിട്ടുണ്ട്, കുറച്ച് വലിയതാണ്, എന്നാലും കുഴപ്പമില്ല. കുറച്ച് സ്റ്റാർ ഞാൻ പൈപ്പ് ക്ലീനേഴ്സ് വെച്ചിട്ട് ആക്കിയിട്ടുണ്ട്. ഗൈസ്, നമ്മൾ ഗിഫ്റ്റ് ബോക്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഉണ്ട് ആ യെല്ലോ കളർ ത്രെഡ് ആയതുകൊണ്ട് ചെറിയൊരു കുഴപ്പമുണ്ട്, വേറെ കുഴപ്പമില്ല. നമുക്കിവിടെ ഇങ്ങനെ ഒരു ഇതും കൊടുത്തിട്ട് നമുക്കിങ്ങനെ തൂക്കിയിടാമല്ലോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടുണ്ട്. നമ്മൾ നോർമൽ ഒരു ഗിഫ്റ്റ് ബോക്സ് വാങ്ങണമെങ്കിൽ ഇത് ഗിഫ്റ്റ് ബോക്സ് ആയിട്ടും യൂസ് ചെയ്യുക, അല്ലെങ്കിൽ ചോക്ലേറ്റിൻ്റെ ഒക്കെ ചെറിയ അതൊക്കെ ഉണ്ടാവില്ല, അതായിട്ടും യൂസ് ചെയ്യാം. നോർമൽ ഒരു ഗിഫ്റ്റ് ബോക്സ് വാങ്ങണമെങ്കിൽ എനിക്ക് തോന്നുന്നു ഒരു 2 റുപ്പീസ് അല്ലെങ്കിൽ 5 റുപ്പീസൊക്കെ ആവും. ഇതിപ്പോൾ നമ്മൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ചെറിയ നമുക്ക് ക്രിസ്മസ് ഗിഫ്റ്റൊക്കെ കിട്ടിയിട്ടുണ്ടാവുമല്ലോ എന്തെങ്കിലും, അപ്പം അതിൻ്റെ റാപ്പറൊക്കെ എടുത്തിട്ട് നമുക്ക് ഇതേപോലെ ഓരോന്ന് ചെയ്യാം കേട്ടോ. അടിപൊളിയായിട്ടുണ്ട്. പിന്നത്തെ കുറച്ചും കൂടി നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. പിന്നെ കുറേ ഉണ്ട് ഇട്ടത്, ഇത് പിന്നെ കുറേ സാധനങ്ങളുണ്ട് ഉണ്ടാക്കിയെടുത്തത് തന്നെ, അതുകൊണ്ട് കുഴപ്പമില്ല. അപ്പം എല്ലാം ഞാൻ ഉണ്ടാക്കിയെടുക്കാനേ പറയുള്ളൂ. ബിക്കോസ് നിങ്ങൾ പൈസ കൊടുത്ത് കടയിൽ നിന്ന് വാങ്ങുന്നതിൻ്റെക്കാട്ടി നല്ലത് ഇതേപോലെ കുറേ സാധനങ്ങൾ ഉണ്ടാക്കുന്നതുമാണ് കേട്ടോ. നമുക്ക് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം. പിന്നെ ഈ ക്രിസ്മസ് അപ്പൂപ്പനൊക്കെ ഇല്ലേ, ഇതൊക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം, അതായിരിക്കും നല്ലത്. സാന്റാക്ലോസിനൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് യൂട്യൂബൊക്കെ നോക്കിയിട്ട് ഇപ്പം പഞ്ഞിയൊക്കെ വെച്ചിട്ടൊക്കെ ഉണ്ടാക്കാൻ പറ്റും. ഞാൻ പിന്നെ അതിനൊന്നും നിന്നില്ല, അങ്ങ് വാങ്ങി. ഇപ്പം എൻ്റെ ഐഡിയ എന്ന് വെച്ചാൽ അമ്മ വരുമ്പോഴത്തേക്ക്, അമ്മ ഇപ്പം 7-ാം മൈൽ പോയിട്ടുണ്ട്, അച്ഛൻ. അപ്പം കുറച്ച് നേരം എടുക്കും, ഒരു 6 മണിയൊക്കെ ആവും. അമ്മ വരുമ്പോഴത്തേക്ക് ഇതൊക്കെ സെറ്റാക്കി ലൈറ്റും ഇട്ട്, നമ്മൾ ഫെയറി ലൈറ്റ് ഉണ്ട് കേട്ടോ, ലൈറ്റും ഇട്ടും എല്ലാം സെറ്റാക്കിയിട്ട് ഇങ്ങനെ കാണിച്ചു കൊടുക്കണം. അപ്പോൾ എങ്ങനെ ഉണ്ടാവും നമുക്ക് നോക്കാം. ആ യെല്ലോ ത്രെഡ് എനിക്ക് അത്ര ഇങ്ങോട്ട് ഇഷ്ടമായില്ല, അതുകൊണ്ട് ഞാനൊരു പേർപ്പിൾ ത്രെഡ് എടുത്തിട്ടുണ്ട്. ഇത് ഈ വുളൻ ത്രെഡാണ് കേട്ടോ. അത് ഞാൻ ഇങ്ങനെ വെറുതെ എന്തൊക്കെയോ ഒക്കെ ചെയ്യാൻ വേണ്ടി വാങ്ങിയതാണ്, പക്ഷേ ഇതിനൊക്കെ ഭയങ്കര യൂസ്ഫുള്ളായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പം നമുക്ക് അടുത്ത ഗിഫ്റ്റ് ബോക്സ് ഉണ്ടാക്കാം. എല്ലാം ഒരു കളർ ഗിഫ്റ്റ് റാപ്പർ ആകുമ്പോൾ ശരിയാവില്ല, അപ്പം നമുക്ക് വേറെ കളർ തപ്പാം. എനിക്ക് ക്രിസ്മസ് ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു, അതിൻ്റെ റാപ്പർ ഞാൻ എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മളെടുത്ത് ഉണ്ടായിരുന്നത് എന്താ, ഈ ഒരു ഷെയ്ഡ് കിട്ടിയിട്ടുണ്ട്, പിന്നെ യെല്ലോ കിട്ടിയിട്ടുണ്ട്. നമുക്ക് യെല്ലോനൊക്കെ ഉണ്ടെന്ന് ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കേണ്ടതെന്ന് ഡീറ്റെയിൽ ആയിട്ട് ചോദിച്ചാൽ, ഗിഫ്റ്റ് ബോക്സ് എങ്ങനെ ഉണ്ടാക്കേണ്ടത് ചോദിച്ചാൽ, ഇങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് മറ്റേ നമ്മൾ എയർ ഡ്രൈക്ലീൻ വെച്ചിട്ട് ഞാൻ ഉണ്ടാക്കിയായിരുന്നു. വെറുതെ ഇങ്ങനെ കുറേ സ്മൈലീൻ്റെ ഫേസസ് ഒക്കെ ഇട്ട് ഞാൻ ഈ എക്സ് കളിക്കുന്ന പോലെ കുറേ ഫേസസ് ആക്കിയിട്ട് ഞാൻ ആക്കിയതായിരുന്നു. ഇപ്പോഴാണ് എനിക്കൊന്ന് ഉപകാരപ്പെട്ടത്. നമ്മളിത് ഇങ്ങനെ ഇതേപോലെ 2 എണ്ണം യൂസ് ചെയ്തിട്ടാണ് ഞാൻ ആക്കുന്നത്. ഒന്ന് യൂസ് ചെയ്തിട്ടായാലും ആക്കാം, 2 എണ്ണം ആണെങ്കിലും ആക്കാം. ഒന്ന് യൂസ് ചെയ്തിട്ടാകുമ്പോൾ അധികം രസം ഉണ്ടാവില്ല, അപ്പം 2 എണ്ണം യൂസ് ചെയ്യണം കേട്ടോ. ഈ 2 എണ്ണം യൂസ് ചെയ്തിട്ട് നമുക്കിനി ഒരു ചെറിയൊരു കഷ്ണം ഈ റാപ്പർ നമുക്ക് എടുക്കാം. ഇത് യൂസ് ചെയ്ത് ചുളിഞ്ഞതാണെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. നമുക്ക് വെച്ചിട്ട് സിമ്പിളായിട്ടൊരെണ്ണം ഉണ്ടാക്കിയെടുക്കാം. നമുക്കിതുപോലെ 2 എണ്ണം എടുത്തിട്ട് ഇത് 2 എടുത്തിട്ടുണ്ട്. 2 എണ്ണം എടുത്ത് നമ്മൾ നേരെ ഇതിൻ്റെ നടുക്കായിട്ട് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇതേപോലെ എല്ലാം കൂടി ഇങ്ങനെ കൂട്ടി പിടിക്കാം. ഇതാ സെറ്റ്. ഇനി നമുക്കിത് കളർ വെച്ചാൽ ടൈ ചെയ്ത് കൊടുക്കാം. എനിക്കൊന്നും ഇതിൻ്റെ കൂടെ യെല്ലോ രസം ഉണ്ടാവും. പേർപ്പിളിൻ്റെ കാട്ടിയും ഈ ഒരു കളറിൻ്റെ കൂടെ യെല്ലോ ആയിരിക്കും രസം. അപ്പം നമുക്ക്
യെല്ലോ യൂസ് ചെയ്തിട്ട് നമ്മൾ നോർമൽ കെട്ടുന്ന പോലെ കിട്ടിയിട്ട് ഒരു ബോ വേണമെങ്കിൽ ആക്കി കൊടുക്കാം. പിന്നെ ബാക്കിൽ ഇതേപോലെ ഇങ്ങനെ തൂക്കാനുള്ള ഒരു സംഭവം ആക്കി കൊടുക്കാം കേട്ടോ. ഒരു ബോ ആക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ബാക്കി എക്സസ് ആയിട്ട് വരുന്ന ഭാഗമൊക്കെ നമുക്ക് മുറിച്ചറിയാം കേട്ടോ. അപ്പോൾ ഇതാ ഗൈസ്, നമ്മൾ ഉണ്ടാക്കിയ 2 ഗിഫ്റ്റ് ബോക്സും എങ്ങനെയുണ്ട് എന്ന് കമൻറ്റ് ചെയ്ത് പറയാം. അടിപൊളിയായിട്ടില്ലേ? ഞാൻ 2 ഉണ്ടാക്കിയിട്ടുള്ളൂ. ബിക്കോസ് നമ്മളെല്ലാം ഏകദേശം എല്ലാം 2 വെച്ചിട്ടാണ് വാങ്ങിയിട്ടുള്ളത്. കണ്ടോ, റിങ് ബെല്ല് 2, ഡ്രം മാത്രമേ ഒന്ന് വാങ്ങിയിട്ടുള്ളൂ. ബാക്കിയൊക്കെ 2 ഇതിൻ്റെ ബോൾസ് 2 കുറച്ച് വാങ്ങിയിട്ടുള്ളൂ കേട്ടോ. ഇതൊക്കെ ഒന്നാണ്. എന്നാലും ഇത് 2 ഉണ്ട്. പിന്നെ ഒരു സ്റ്റാർ ഉണ്ട്, കത്തിച്ച സ്റ്റാർ കേട്ടോ. ഇതിൻ്റെ ബാക്കി ഭാഗം കത്തിച്ചിട്ടുണ്ടായിരുന്നു, വെറുതെ ഒരു മനസ്സുഖത്തിൽ കത്തിച്ചാണ്. പിന്നെ ഇത് കണ്ടോ, ഇവിടെ ഈ ഗിഫ്റ്റ് ബോക്സ് പോലെ നമുക്കിങ്ങനെ വരയ്ക്കണം എന്നുണ്ട്. ബട്ട് എനിക്കൊന്നും വേണ്ട, ഇത്രയൊക്കെ മതി. നമ്മൾ പുൽക്കൂടിലാണ് ഇതൊക്കെ ഡെക്കറേറ്റ് ചെയ്യാൻ പോകുന്നത്. പുൽക്കൂടിൽ നമ്മൾ സാധാരണ ഇത്രയൊന്നും ചെയ്യൂല, എന്നാലും നമുക്ക് ഇത്രയൊക്കെ ചെയ്യാം. പിന്നെ ലൈറ്റ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടോ, ഫെയറി ലൈറ്റ്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വാങ്ങിയത് വേറൊരു ലൈറ്റായിരുന്നു, ഇതിൻ്റെക്കാട്ടും വലിയൊരു ലൈറ്റ്, ഇങ്ങനത്തെ ബാറ്ററിയിലുള്ളത് തന്നെ. മറ്റേ ബാറ്ററി, ഇത് ആ റൗണ്ട് ആയിട്ടുള്ള ബാറ്ററിയിൽ ഞാൻ വാങ്ങിയത് മറ്റേ ബാറ്ററിയിലായിരുന്നു. അത് എനിക്ക് തോന്നുന്നു അതിൻ്റെക്കാട്ടും ബെറ്ററാണ് ഇത്. അത് എന്ന് വെച്ചാൽ ഒരുമാതിരി ഒരു യെല്ലോയിഷ് ഷെയ്ഡിലുള്ള ഒരു ലൈറ്റും അധികം രസമില്ല. ഇത് കണ്ടു, നല്ല അടിപൊളിയായിട്ടുണ്ട്. ഞാൻ പിന്നെ ബാറ്ററി കളയണ്ടെന്ന് വെച്ചിട്ടാണ് അധികം ഓണാക്കാത്തത്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഇതിന് 30, 35, 40 ആ ഒരു റേഞ്ചിൽ വരുന്നുള്ളൂ കേട്ടോ. നമുക്കിതൊക്കെ എടുത്തുകൊണ്ട് താഴെ പോയിട്ട് നമ്മൾ പുൽക്കൂട് ഡെക്കറേറ്റ് ചെയ്യണം ഇനി. അപ്പോൾ പുൽക്കൂട് ഡെക്കറേഷനൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ ഇടാം. നമ്മളെ ഷോർട്ട്സ് ആയിട്ട് തന്നെ പാർട്ട് വൈസ് ആയിട്ട് ഇടാം. പാർട്ട് 1 നമ്മൾ ഓൾറെഡി ഇട്ടു, ഇനി പാർട്ട് 2 ഇടണം. അപ്പം ഇതൊക്കെ പാർട്ട് 2 വരും. ഇനി അടുത്ത പാർട്ട് 2 നമ്മൾ ഡെക്കറേഷൻ പരിപാടികളൊക്കെ വരുന്നതായിരിക്കും. അപ്പം അത് ഇനി നിങ്ങൾ ഷോർട്സ് കാണാം. ഞാൻ അധികം ലോങ് വീഡിയോ ഇട്ട് നിങ്ങളെ വെറുപ്പിക്കുന്നില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബൈ.